ഒന്നും മനസ്സിലാക്കു വേണു. തിങ്കളാഴ്ച ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വലിയ IT വിദഗ്ധന് കൊടുക്കുന്ന പരാതി ചൊവ്വാഴ്ച തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നു, ദേ പൊട്ടിക്കണു കൃത്യമായിട്ട് പുറത്തും വരുന്നു. ഒറ്റ ദിവസം 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിന് കൊടുക്കുന്ന പരാതി ബി.ജെ.പി ഓഫീസിലും ബി.ജെ.പിക്ക് കൊടുക്കുന്ന പരാതി കോൺഗ്രസ് ഓഫീസിലൊക്കെ അങ്ങ് തെളിയാൻ പാകത്തിന് കനകോലു സിദ്ധാന്തം ഞങ്ങൾക്കില്ലേ? ഞങ്ങൾ അത്രയൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇല്ല. അതുകൊണ്ട് അങ്ങ് ചോദിച്ചു ആ പരാതി വായിച്ചില്ല, ഈ പരാതി കിട്ടേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള പരാതി ഞങ്ങളുടെ കയ്യിലില്ല. മാധ്യമങ്ങൾ രാവിലെ തൊട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, പലരും വിളിച്ചു ചോദിച്ചു, മീഡിയ വൺ അടക്കം വിളിച്ചു ചോദിച്ചു. നമ്മുടെ കയ്യിലില്ലാത്ത പരാതിയെ കുറിച്ച് ഞങ്ങളത് പറയാൻ പറ്റും? പിന്നെ നിങ്ങളടക്കം ചർച്ച ചെയ്യുമ്പോഴും കോടതി വിധിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് വെച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ. മറ്റേത് വിഷയത്തിൽ താങ്കൾ ചോദിച്ചാലും കൃത്യമായി മെറ്റീരിയൽ വെച്ച് തെളിവ് വെച്ച് ഒരു പൊതുമധ്യത്തിൽ പറയാവുന്നതിന്റെ പരിധി വെച്ചുകൊണ്ട് പറയാൻ ഞാൻ തയ്യാറാണ്. ആദ്യം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടൽ വിഷയം ഉൾപ്പെടെ ഞാൻ പറയാം, തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്, കൃത്യമായി മുന്നിലുണ്ട്. പക്ഷേ ഒരു ചാനൽ ചർച്ചയിൽ നിരവധി കുടുംബാംഗങ്ങളടക്കം ഇരുന്ന് കേൾക്കുന്നു എന്നതുകൊണ്ട് ചില പരിമിതികളുണ്ട്. പക്ഷെ ഇത് ഈ ഓഡിറ്റ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അങ്ങ് തെന്നി മാറ്റണം. അതിനുവേണ്ടി എന്തൊക്കെ ആരോപണം? ഇപ്പൊ ഒരു ആരോപണം പറയുകയാണ്, കോടതി വിട്ടതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അതൊന്നും പറഞ്ഞില്ല. കോടതിയുടെ മുന്നിൽ ഒരു സാക്ഷിയെ കൊണ്ടെന്ന് തെളിവ് കൊടുക്കുമ്പോൾ കൃത്യമായി 10-23 വർഷത്തെ അഭിഭാഷക വൃത്തിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ഒരു ക്രിമിനൽ കേസിലെ പരാതിക്കാരി വന്ന് പരാതി കൊടുക്കുന്നു, കൃത്യമായി കോടതി വിസ്തരിക്കുന്നു. ആ വിസ്തരിക്കുന്ന മധ്യേ എനിക്കൊരു ലൈംഗിക അതിക്രമം ഉണ്ടെങ്കിൽ അത് പറയില്ലേ? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് അത് രേഖപ്പെടുത്തില്ലേ? മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുമ്പോൾ ഏത് കുറ്റപത്രമാണോ തയ്യാറാക്കിയിരിക്കുന്നു, ചാർജാണോ ചെയ്തിരിക്കുന്നത്, ആ ചാർജിനാ മറുപടി. ആ സമയത്ത് മറ്റൊരു ഒഫൻസ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചാർജ് ആൾട്ടർ ചെയ്യും. അപ്പോൾ തന്നെ ഒരു മജിസ്ട്രേറ്റ് ചെയ്തതും സെഷൻ ജഡ്ജ് കോടതി സംവിധാനമൊക്കെ ചെയ്ത് ഒക്കെ പ്രശ്നമാണെന്ന് ഇപ്പൊ നമുക്ക് എങ്ങനെ കൃത്യമായി പരിശോധിക്കാതെ പറയാൻ പറ്റും? 10-12 വർഷത്തിന് ശേഷമുള്ള ഇൻസിഡന്റ് ആണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും പറയാം. റീസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഡിലേയുടെ കാര്യത്തിൽ വേണമെന്നേ ഉള്ളൂ. ഈ യാഥാർത്ഥ്യമൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോ CPM എന്തേ മറുപടി പറയാത്ത? CPMന്റെ മുന്നിൽ ഇത്തരത്തിൽ ആധികാരികമായിട്ടുള്ള ഒരു പരാതി കിട്ടുകയോ പോലീസിന് കിട്ടിയ പരാതിയുടെ ഒരു FIR പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് വരികയോ കോടതി വിധികൾ പരിശോധിച്ചാലേ ആ കാര്യത്തിൽ പറയാൻ പറ്റൂ. ഒരു കാര്യം വ്യക്തമാണ്, ഈ കേരളത്തിലും രാജ്യത്തും ചർച്ച ചെയ്യപ്പെടുന്ന മുഖ്യധാരാ വിഷയത്തിൽ നിന്നും തെന്നി മാറണം. ഇന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ, AI ക്യാമറയുമായി ബന്ധപ്പെട്ടുണ്ട് ഹൈക്കോടതി പോയി പ്രതിപക്ഷ നേതാവ്, ജലമെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയി, K-ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുപോയി. ഒരിക്കലും തോളത്ത് കൈയിടാത്ത ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് പോയി K-ഫോണിന്റെ കാര്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണെന്ന്. ഹൈക്കോടതി എന്താ പറഞ്ഞേ? ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. 23ാമത്തെ പാരഗ്രാഫിൽ ആ കേസ് വീണ്ടും അച്ചടിച്ച് വന്നിട്ടുണ്ട് ഇന്ന് പുറത്തു വന്ന വിധിയിൽ. അതുപോലെ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, പ്രതിപക്ഷ നേതാവിൽ നിന്നും രാഷ്ട്രീയ ധാർമ്മികത വേണം. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ? പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഹർജി തള്ളുന്ന സാഹചര്യം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ 9 കൊല്ലമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കന്മാർ ഉന്നയിച്ച ഏതെങ്കിലും ആരോപണം ശരിവെക്കുന്ന സാഹചര്യം കോടതിയുടെ ഭാഗത്തുനിന്നോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും അങ്ങ് ആക്രമിച്ചുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അതിക്രമത്തിന്റെ വാർത്ത പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ CPM അതിശക്തമായി നടപടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പല പേര് പറഞ്ഞല്ലോ, 7 കൊല്ലം പുറത്തു നിർത്തിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നീതിന്യായ പീഠവും മൊത്തത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ആരോപണങ്ങളും ഇല്ലാതായതിനു ശേഷമാണ് സംഘടനയിലേക്ക് പലരും തിരിച്ചു വന്നത്. നിങ്ങൾക്കിപ്പോ സസ്പെൻഷൻ ആണോ എന്നറിയില്ല, ഡിസ്മിസൽ ആണോ എന്നറിയില്ല, റിമൂവൽ ആണോ എന്നറിയില്ല, ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ എന്നറിയില്ല. ഒരു കഷ്ണം പേപ്പർ, ഒരു വരി പേപ്പർ, ഒരു പ്രസ്താവന ഈ നടപടിയുടെ ഭാഗമായി പത്രങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. എന്താണ് പ്രശ്നം? അങ്ങനെ വന്നാൽ പലതും തിരിച്ചു വരുമെന്നുള്ള പേടിയും ഭയവുമാണ്. എന്നിട്ട് നിങ്ങൾ ബോംബ് കാണിച്ചൊന്നും ഞങ്ങളെ ഭയപ്പെടേണ്ട, അങ്ങ് കയ്യിലുണ്ടെങ്കിൽ അങ്ങ് പൊട്ടിക്ക് സാമി എന്നതാണ് ഈ അവസരത്തിൽ വീണ്ടും പറയാനുള്ളത്.